നമസ്കാരം. ശബരിമല കർമ്മസമിതിയും BJPയും കൈകോർത്ത അയ്യപ്പ ജ്യോതിയിൽ നിന്ന് വിട്ടുനിന്നും സർക്കാർ ഒരുക്കുന്ന വനിതാ മതിലിനോട് സഹകരിക്കാമെന്ന് ഉറപ്പിച്ചു പറഞ്ഞും BDJS സ്വീകരിക്കുന്ന നിലപാട് NDA വിടുന്നതിന് മുന്നോടിയായുള്ള സൂചനയാണോ? 360യിൽ നിന്ന് BDJSന്റെ സംസ്ഥാന പ്രസിഡന്റും NDA കൺവീനറും SNDP യോഗം വൈസ് പ്രസിഡന്റുമായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണ്. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, വെരി വം വെൽക്കം ടു ദ പ്രോഗ്രാം. 2015 താങ്കളുടെ നേതൃത്വത്തിൽ BDJS രൂപീകരിച്ച ശേഷം ആദ്യം താങ്കൾ പറഞ്ഞ വാചകം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അപക്വമായ നിലപാടുകളോ എടുത്തുചാട്ടമോ ഈ പാർട്ടി സ്വീകരിക്കില്ല എന്ന്. അപക്വമായ ഒരു നിലപാടും എടുത്തുചാട്ടവും ആയി മാറിപ്പോയോ NDAയിൽ ചേരാനുള്ള BDJSന്റെ തീരുമാനം? ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പല സന്ദർഭങ്ങളിൽ താങ്കൾ അതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ എതിർത്ത് പറയുന്നത് കാര്യം ചില വളരെ ന്യായമായ കാര്യങ്ങൾ കിട്ടണം എന്നുള്ളതുകൊണ്ട് മാത്രം എതിർത്ത് പറഞ്ഞുള്ളൂ. അപ്പുറത്തേക്ക് ഒരു ആശയപരമായിട്ടുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളുള്ളൂ. ഒരു കുടുംബമാകുമ്പം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് നാച്ചുറലായിട്ട് പറഞ്ഞു തീർക്കും. അല്ല, അങ്ങനെ ആശയപരമായ ഭിന്നത മാത്രമല്ല, അസംതൃപ്തി ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ മുന്നണിയിൽ ഇങ്ങനെയാണെങ്കിൽ തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു മുന്നണിക്കും കാലാകാലം ഞങ്ങൾ ഒപ്പം നിൽക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ അഭിപ്രായം ഇരുമ്പുലക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാം, ഏത് മുന്നണിയിലേക്ക് ഞങ്ങൾക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പലതരത്തിലുള്ള സൂചനകളാണ്. അത് ഇപ്പോഴും പറയാമല്ലോ. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായ ബന്ധുവും സ്ഥിരമായ ശത്രുവുമില്ല. ആരും അധികാരത്തിലെത്തുവാൻ വേണ്ടി ആരുമായി സഹകരിക്കാൻ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയും ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് മാത്രമേ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. സംഘപരിവാർ സംഘടനകൾ സംവിധാനം ചെയ്ത, അതിനൊപ്പം BJPയുടെ പിന്തുണയുണ്ടായിരുന്ന അയ്യപ്പ ജ്യോതിയിൽ താങ്കൾ പങ്കെടുക്കാതിരുന്നതിന് പിന്നിൽ ചില രാഷ്ട്രീയമായ തീരുമാനങ്ങളുണ്ട് എന്നല്ലേ കാണേണ്ടത്? ഒരിക്കലും ഇല്ലല്ലോ. അത് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഒന്നാമത് ഇത് ഈ പറയുന്ന BJP അല്ലെങ്കിൽ NDA അല്ല ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. അത് കേരളത്തിലെ മുഴുവൻ ഒരു പെട്ടെന്നൊരു സംഘടനയുണ്ടായി. ആ സംഘടനയുടെ നേതൃത്വത്തിൽ കേരള ചരിത്രത്തിൽ ഇന്ന് ഇത്രയധികം വനിതകളും ചെറുപ്പക്കാരും അതുപോലെ കേരളത്തിലെ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെല്ലാം ഒരുമിച്ച് തെരുവിലിറങ്ങിയ ഒരു സന്ദർഭം കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല. അത് മുഴുവൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനത്തിൻ്റെ വികാരം ആണ് അവിടെ കാര്യങ്ങളുണ്ടായത്. അയ്യപ്പനോടുള്ള സ്നേഹവും അല്ലെങ്കിൽ ബഹുമാനവും അല്ലെങ്കിൽ അതിനോടുള്ള ആരാധനയും കൊണ്ടിറങ്ങിയ ആളുകളാണ്. അവിടെ വികാരത്തിനൊപ്പം ഇല്ലേ BDJS? തീർച്ചയായും ഉണ്ടല്ലോ. വളരെ വ്യക്തമായി ഞങ്ങളുള്ളവരല്ലേ. പങ്കെടുത്തില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ BDJSന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ച് BDJSുമായി നടക്കുന്ന എല്ലാ പരിപാടികളും എന്ന് പറയുന്നത് NDAയുമായി സഹകരിച്ചുള്ള പരിപാടികൾ വേണം. പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പങ്കെടുക്കുക എന്നുള്ള സംസ്ഥാന കമ്മിറ്റി തീരുമാനമുണ്ട്. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, ശബരിമലയിലെ ആചാര സംരക്ഷണമാണ് അയ്യപ്പ ജ്യോതിക്ക് കാരണം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനൊപ്പം തന്നെ സർക്കാർ ഒരുക്കുന്ന വനിതാ മതിലിനെതിരായിട്ടുള്ള ഒരു ബദൽ രാഷ്ട്രീയ പരിപാടി എന്ന നിലയ്ക്ക് കൂടിയാണ് അയ്യപ്പ ജ്യോതി സംഘടിപ്പിക്കപ്പെട്ടത്. അതിൽ BJPയുടെ പിന്തുണയുണ്ട്. സംഘപരിവാർ സംഘടനകളാണ് അത് സംഘടിപ്പിച്ചത്. NDAയുടെ പ്രധാന ഘടകകക്ഷി എന്ന നിലയിൽ അതിൽ ധാർമ്മികമായി പിന്തുണ നൽകാനുള്ള ഉത്തരവാദിത്വം BDJSനും ഉണ്ടായിരുന്നു. താങ്കൾ അതിൻ്റെ ഭാഗമായില്ല. ഞാൻ മാത്രം പോയില്ല എന്നുള്ളത് കൊണ്ട് എങ്ങനെ അതിൽ ഞങ്ങൾ വിട്ടുനിന്നും പറയാൻ കഴിയും? ഞങ്ങളുടെ സംസ്ഥാന ഭാരവാഹികൾ, SNDP യോഗത്തിൻ്റെ യൂണിയൻ തല ഭാരവാഹികൾ, ശാഖാതല ഭാരവാഹികൾ എല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോ ഇവിടുത്തെ ഫോട്ടോയും മറ്റും നോക്കിയാൽ കാണാൻ കഴിയുന്നുള്ളൂ. എന്തുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുത്തില്ല? ഞാൻ പോയതിന് കാരണം വേറൊന്നുമല്ല, ഞാനിവിടെ ഇല്ലായിരുന്നു. ഒരാഴ്ചയായിട്ട് ഞാൻ ദുബൈയിലായിരുന്നു. 26-ാം തീയതി ഞാൻ വെളുപ്പിനെയാണ് ഇവിടെ വരുന്നത്. കാരണം എനിക്ക് വേറെ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം അനുസരിച്ചാണ് ഞാൻ പോയത്. 26-ാം തീയതി വെളുപ്പിനെ ഞാൻ വരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് എന്നെ വിളിക്കുന്നു, ഇങ്ങനൊരു പരിപാടിയുണ്ട്, എത്തണം എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അപ്പോഴേ ഞാൻ പറഞ്ഞു, കാരണം എനിക്ക് വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന കമ്മിറ്റി കൂടി, കാരണം ചെയർമാൻ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും ഇത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് പോകുന്നുണ്ടെങ്കിൽ NDAയുടെ പരിപാടി അല്ലാതെ മറ്റു പരിപാടികൾക്ക് പോകണമെങ്കിൽ കൂടിയാലോചിച്ച് ഒരു കാരണവശാലും പോകരുത് എന്നൊരു തീരുമാനം ഞങ്ങൾ പൊതുവെ എടുത്തിരുന്നു. ബാക്കിയുള്ളവർക്ക് എല്ലാവരും പങ്കെടുക്കുന്നതിന് തടസ്സവുമില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. എനിക്കതുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മാത്രം പോയില്ല എന്നുള്ള അപ്പുറത്തേക്ക് യാതൊരു കാര്യമില്ല. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഒരു സംസ്ഥാന നേതാക്കന്മാരിൽ ഒരു 70% ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ശരി, താങ്കൾ പോയില്ല. അയ്യപ്പ ജ്യോതിക്ക് BDJSന്റെ പിന്തുണയുണ്ടായിരുന്നു? ഉണ്ട്, തീർച്ചയായിട്ടും. BDJS പിന്തുണച്ചു. BDJSന്റെ ഇഷ്ടം അവിടെ ഞാനല്ലേ പറഞ്ഞു, BDJSന്റെ മുഴുവൻ ഏതാണ്ട് 70-70% വരുന്ന സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. അതായത് അയ്യപ്പ ജ്യോതിയിൽ തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുത്തില്ല എന്ന് മാത്രം, BDJSന്റെ പിന്തുണയുണ്ട്. തീർച്ചയായും BDJSന്റെ പരിപൂർണമായിട്ടുള്ള പിന്തുണ ഇതിനുണ്ട്, അയ്യപ്പളക്കിനുണ്ട്. യാതൊരു തർക്കമുള്ള കാര്യമല്ല. അതിനെതിരെ എവിടെ ആര് പറഞ്ഞു? ഞങ്ങളുടെ ഇപ്പോൾ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ BDJSന്റെ നേതൃത്വത്തിലോ ആരും ഒരിക്കൽ പോലും അയ്യപ്പ വിളക്കിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പറയാത്ത കാര്യം മാധ്യമ സൃഷ്ടികൾ മാത്രമാണത്. ഞാൻ ഇതിനു മുൻപ് ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായി അഭിമുഖം നടത്തിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് വനിതാ മതിലിൽ അദ്ദേഹത്തിൻ്റെ പത്നി പങ്കെടുക്കും, എൻ്റെ ഭാര്യ മാത്രമല്ല മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാര്യയും പങ്കെടുക്കുമെന്നാണ്. താങ്കളുടെ ഭാര്യ വനിതാ മതിലിൽ അണിചേരുമോ? എൻ്റെ ഭാര്യ ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരൊന്നാമത് കേരളത്തിലില്ല. അത് ഈ വനിതാ മതിൽ കണ്ട് നേരത്തെ ഇവിടുന്ന് മാറ്റിയതാണോ?
അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഇവിടെ ഇല്ലാത്തവർ ഇവിടെ വന്ന് പങ്കെടുക്കുന്നു പറയുന്നത് അർത്ഥമില്ലല്ലോ. ഭാര്യ പങ്കെടുക്കില്ല, അവരോടില്ല, കേരളത്തിലില്ല, പിന്നെ എങ്ങനെ പങ്കെടുക്കും? അതിൽ BDJSന്റെ പിന്തുണയുണ്ടോ? BDJSന്റെ പിന്തുണ കൊടുക്കാൻ വേണ്ടി ഞങ്ങളോട് പിന്തുണ ആവശ്യപ്പെടാത്തത്തോളം കാലം ഞങ്ങൾ എങ്ങനെ പിന്തുണ കൊടുക്കാൻ പറ്റും? അല്ല, അതിന് ആവശ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഒരു സർക്കാർ പരിപാടിയാണ്, നവോത്ഥാന മൂല്യങ്ങളുടെ അതല്ലേ പറഞ്ഞത്. കാരണം വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് പിന്നെ പാർട്ടി തീരുമാനം അനുസരിച്ച് അങ്ങനെ ഇതിന് പിന്തുണ കൊടുക്കണം എന്നുള്ള തീരുമാനം ഞങ്ങൾക്കില്ല. അതിനോടൊപ്പം ആരെങ്കിലും ഈ പറയുന്ന പിന്നെ BDJS എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഇപ്പോൾ പല സമുദായത്തിലുള്ള ആളുകളുണ്ട്. പല പിന്നോക്ക സമുദായത്തിലുള്ള ആളുകളുണ്ട്, മുന്നോക്ക സമുദായത്തിലുള്ള ആളുകളുണ്ട്. ചില ആളുകൾക്ക് ഇത് ഈ പറയുന്ന പിന്നെ ഇതിനോട് പോകണം എന്നുള്ള താല്പര്യം, ചില സമുദായത്തിൻ്റെ നേതാക്കന്മാർക്ക് പലർക്കും ചിലപ്പോൾ പോകണം താല്പര്യമുള്ളവരുണ്ടാവും. പോകണം താല്പര്യമുള്ളവർക്ക് പോയി കഴിഞ്ഞാൽ അതിനെതിരെ ഞങ്ങളതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി പോകുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഞങ്ങളെടുത്ത തീരുമാനവും. താങ്കൾ പറഞ്ഞല്ലോ വനിതാ മതിലിനോട് സഹകരിക്കുമെന്ന്, അല്ലെങ്കിൽ അതിനൊരു ഞാൻ സഹകരിക്കുന്ന ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു സ്ഥലത്തും ഞാൻ സഹകരിക്കുമെന്നോ BDJS അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുമെന്നോ ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, BDJSന്റെ കാര്യം പോട്ടെ, കാരണം SNDP യോഗം വൈസ് പ്രസിഡന്റ് കൂടിയാണല്ലോ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി. താങ്കൾ ആ അർത്ഥത്തിൽ താങ്കൾ സഹകരിക്കുമോ വനിതാ മതിലിനോട്? അല്ല, SNDP യോഗത്തിന് എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും ഇത് വനിതാ മതിലിന് ചെന്ന് സ്വീകരിക്കണം അങ്ങനെ SNDP യോഗത്തിന് പറയാൻ കഴിയും? SNDP യോഗത്തിൽ BJPക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ഇവിടുത്തെ കേരള കോൺഗ്രസ്സുകാരുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്. ഇവിടെ അതിലൊക്കെ വിശ്വസിക്കുന്ന അവരുടെ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് ഓരോരുത്തരും ചിലപ്പോൾ നിൽക്കും. പങ്കെടുത്ത യോഗത്തിലെടുത്ത തീരുമാനമാണ് വനിതാ. നിർബന്ധമായി എല്ലാ ആളുകളും പങ്കെടുക്കണം എന്നൊന്നും അവിടെ തീരുമാനമൊന്നുമില്ല. ഇത് ഇവിടെ മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചാണ് എല്ലാവരും പങ്കെടുക്കണമെന്നല്ല എൻ്റെ ചോദ്യം. ഇതിനെ പിന്തുണയ്ക്കാം എന്നൊരു തീരുമാനം SNDP യോഗത്തിലുണ്ടായി. അന്ന് വൈസ് പ്രസിഡന്റായ തുഷാർ വെള്ളാപ്പള്ളിയുമായി യോഗത്തിൽ അല്ലാതെ SNDP യോഗം ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം കാര്യം വനിതാ മതിലും അതുപോലെ ശബരിമല വിഷയം രണ്ടായി കാണണം. വനിതാ മതിലെന്ന് പറയുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറിയെ വിളിച്ച് അത് വിളിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ മറ്റാരുമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇവിടെ മന്ത്രിസഭ അവിടെ നമ്മുടെ ഗവൺമെൻറ് ക്ഷണിച്ച് വരുത്തി അവിടെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ എല്ലാം അവിടെ മീറ്റിംഗ് കൂടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് വന്നു. ആ കത്തിന് അതുപോലെ മുഖ്യമന്ത്രി നേരിട്ട് അദ്ദേഹത്തെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ ചെല്ലുകയുണ്ടായി. ചെന്ന് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഇവിടെ ഈ പറയുന്ന ജാതി സ്പർദ്ധയും അങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ട്. കേരള ചരിത്രത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ചെന്നുള്ളൊരു ചർച്ച വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് എടുത്ത തീരുമാനമാണ് ഈ പറയുന്ന വനിതാ മതിലെന്ന് പറയുന്നത്. ഗവൺമെൻറ് നടത്തുന്ന പരിപാടി, SNDP നടത്തുന്ന പരിപാടിയോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടത്തുന്ന പരിപാടിയൊന്നുമില്ലത്. ഇത് നടത്തുന്നത് ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് നടത്തുന്ന പരിപാടിയിൽ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ നവോത്ഥാന പ്രസ്ഥാനം SNDP യോഗമാണ് എന്ന് ഇന്നത്തെ മന്ത്രിസഭ അല്ലെങ്കിൽ ഇന്നത്തെ ഗവൺമെൻറ് അംഗീകരിക്കുകയുണ്ടായി. ഈ അംഗീകരിക്കുമ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ SNDPക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇവിടെ ഗുരുദേവൻ എന്തും വേണ്ടി ആക്ഷേപിച്ചു നമ്മളൊക്കെ കണ്ടാണ്. ആക്ഷേപിച്ച് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പോലും ക്ഷമ പറയാൻ തയ്യാറാകാതെ അല്ലെങ്കിൽ തിരുത്താൻ തയ്യാറാകാത്ത ആളുകൾ വിളിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ നവോത്ഥാന പ്രസ്ഥാനം SNDP യോഗമാണെന്ന് അംഗീകാരം കൊടുക്കുമ്പോൾ അതല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകേണ്ട ആവശ്യം SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഗവൺമെൻറ് നടത്തുന്ന ഒരു പരിപാടിയോടൊപ്പം ഞങ്ങളോട് സഹകരിച്ചു എന്ന് മാത്രമാണ് SNDP യോഗം തീരുമാനമെടുത്തത്. അല്ല, കേവലമായി സഹകരണം മാത്രമല്ല, അതിൻ്റെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാരിൽ ഒരാൾ ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. കേവലം സഹകരിച്ചു എന്നല്ലല്ലോ, അതിൽ പ്രധാനപ്പെട്ട നടത്തിപ്പുകാരൻ എന്ന് പറയുന്നത് നടത്തുന്നത് ഈ പറയുന്ന ഒരു പേര് മാത്രമല്ല, ഇത് ഗവൺമെൻറ് പരിപാടിയാണ്. ഗവൺമെൻറ് പരിപാടിയുടെ എവിടെയെങ്കിലും ഒരു അധ്യക്ഷനായിട്ട് ചെയർമാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാൻ കഴിയും? അതിന്റെ സംഘാടക സമിതി ചെയർമാൻ സംഘാടക സമിതി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അല്ലേ, ഇത് കളക്ടർമാരും മറ്റുള്ള ആളുകളും സംഘടിപ്പിക്കുന്നതിൻ്റെ കൂടെ സൈഡിൽ കൂടെ നിൽക്കാന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിന് സംഘടിപ്പിക്കുന്നതിന് മുഴുവൻ SNDP ആണ് ഉത്തരവാദിത്തം. അല്ല, അങ്ങനെയല്ല. സംഘാടക സമിതി ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയാണ്. അത് എടുക്കാൻ കാരണം ഈ കേരളത്തിൽ ഒരിക്കൽ പോലും SNDP യോഗത്തെ അംഗീകരിക്കാതിരുന്ന ആളുകൾ ആ ഒരു അംഗീകാരം നൽകാൻ തയ്യാറായപ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗുരുദേവനെ ആക്ഷേപിച്ച ആളുകൾ അവരുടെ ഒരു ക്ഷമാപണം പോലെ ഈ പറയുന്ന ഒരു സ്ഥാനം കൊടുത്തപ്പോൾ അത് എടുത്തു എന്ന് മാത്രം. ഈ ഒരു തീരുമാനം എടുക്കുന്നത് SNDP യോഗത്തിലാണ്. അതായത് SNDP പിന്തുണയ്ക്കുന്നു വനിതാ മതിലിനെ. അതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ യോഗത്തിൽ പങ്കെടുത്തയാളാണ് SNDP യോഗം വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി ഇവിടെ NDAയുടെ കൺവീനറാണ്, ഇവിടെ BDJSന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. താങ്കൾ ഒരു രാഷ്ട്രീയ സ്ഥാനം പദവി വഹിക്കുന്ന വ്യക്തിയാണ്, അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ സ്ഥാനത്ത് നിൽക്കുന്നയാളാണ്. താങ്കൾ എങ്ങനെ വനിതാ മതിലിനെ പിന്തുണയ്ക്കും? ഞാൻ പിന്തുണയ്ക്കുന്ന SNDP യോഗത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ എടുത്തിട്ടുള്ള സ്റ്റാൻഡ് വളരെ വ്യക്തം. കാര്യം ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ പല വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലർക്കും പോകാതിരിക്കാം. താങ്കൾ പരസ്യമായി പറയൂ വനിതാ മതിലിന് എൻ്റെ പിന്തുണയില്ല എന്ന്. കാര്യം BDJSന്റെ ഞങ്ങൾ അങ്ങനെ തീരുമാനം എടുത്തുള്ളൂ, പിന്തുണ ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. SNDP ഇപ്പോൾ ഈ സമുദായ സംഘടനയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ പല രാഷ്ട്രീയ പാർട്ടികളിലുണ്ട്. ഇപ്പോൾ SNDP യോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ BDJSന്റെ ആളായിട്ടുള്ള ചോദിക്കും. ഇതുപോലെ തന്നെ കോൺഗ്രസ് നിൽക്കുന്ന ആൾ എത്രയോ പേർ മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാരുണ്ട്, അല്ലെങ്കിൽ പറയുന്ന NSSലുള്ള നേതാക്കന്മാരുണ്ട്. എന്റെ ചോദ്യം, വനിതാ മതിലിന് താങ്കളുടെ പിന്തുണ ഇല്ല എന്ന് താങ്കൾ ഈ അഭിമുഖത്തിൽ പറയുമോ?
കാര്യം വനിതാ മതിലിന് പിന്തുണയില്ല. SNDP യോഗം കൊടുക്കുന്ന പിന്തുണയ്ക്ക് വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള മാത്രമല്ല ഞങ്ങൾ SNDP യോഗം ചെയ്യുന്നവർ അതിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് BDJS എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു കാരണവശാലും ഇതിനോട് സഹകരിച്ച് പോകാൻ കഴിയില്ല എന്നുള്ള രീതി ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. തുഷാർ വെള്ളാപ്പള്ളിയുടെ പിന്തുണയുണ്ടോ വനിതാ മതിലിന്? അതിനെനിക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് എടുക്കേണ്ട നിലപാടുകൾ ഞങ്ങളുടെ ഘടകങ്ങളിലെടുത്ത് അതിനുവേണ്ടി തീരുമാനമെടുക്കുക, അതിനുവേണ്ടിയുള്ള നിർദ്ദേശം ഞങ്ങൾ നൽകുന്നത് പബ്ലിക്കായിട്ട് ഞാൻ പറയേണ്ട കാര്യമല്ല. അല്ല, അതിൽ ആ നിലപാടിന് എന്താണ് ഒരു അവ്യക്തത? ഒരു അവ്യക്തതയില്ല. അത് ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടെ സംഘടനാ ശരീരത്തിൽ പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പബ്ലിക്കായിട്ട് പറയുന്നത് ശരിയല്ല. അല്ല, ശ്രീ തുഷാർ വെള്ളാപ്പള്ളിക്ക് പറയാമല്ലോ, ഞാൻ പിന്തുണയ്ക്കുന്നു വനിതാ മതിലിനെ. ഞാൻ മാത്രമല്ല തുഷാറും പിന്തുണയ്ക്കുന്നുണ്ട് വനിതാ മതിലിനെ എന്നാണ്. അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും ഞാൻ പിന്തുണയ്ക്കുന്നുണ്ടെന്നുള്ള രീതി അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇത് SNDP സംബന്ധിച്ചുള്ള എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്താണോ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ SNDP യോഗം ചെയ്യേണ്ട ജനറൽ സെക്രട്ടറിയാണ് ചെയ്യേണ്ടത്. ഞാനല്ല, ഞാൻ വൈസ് പ്രസിഡൻ്റാണ്. വൈസ് പ്രസിഡന്റ് സംബന്ധിച്ചോളം അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ അല്ല ഞാൻ. ഒരു അധ്യക്ഷൻ മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഇംപ്ലിമെൻറ്റേഷൻ സൈഡിനോട് സംബന്ധിച്ചോളം ഞാൻ ചെയ്യാനുള്ള എനിക്ക് ബാധ്യതയുള്ള ആളുമല്ല ഞാൻ. അത് ചെയ്യേണ്ടത് മുഴുവൻ ജനറൽ സെക്രട്ടറിയാണ്. ജനറൽ സെക്രട്ടറി അത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ BJPയും BDJSും തമ്മിലൊരു അകൽച്ച കൂടിക്കൂടി വരുന്നുണ്ടല്ലോ NDAക്കകത്ത്. ഒരു അകൽച്ചയും ഉണ്ടായിട്ടില്ല. അകൽച്ച ഉണ്ടെന്നുള്ളത് മാധ്യമങ്ങൾ മാത്രം ഉണ്ടാക്കുന്നതാണ്. അല്ല, താങ്കൾ തന്നെ നിരവധി സന്ദർഭങ്ങളിൽ പല പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ച് ചില സമയത്ത് തുറന്നു പറയേണ്ട സമയത്ത് പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ തീർത്തിട്ടുണ്ട്. 2015 തുടങ്ങിയതാണ് BDJS. നാളിതുവരെയായി, അതായത് 3 വർഷം പിന്നിടുമ്പോഴും കേരളത്തിനോ കേരളത്തിൻ്റെ ജനതയ്ക്കോ ഒരു ഗുണവും ഈ പാർട്ടിയെ കൊണ്ടുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനാണ്. അത് അദ്ദേഹത്തിൻ്റെ പലപ്പോഴും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയെക്കുറിച്ചും അല്ലാതെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പലപ്പോഴും തുറന്ന് പറയാറുണ്ട് പലരും. ഈ BDJSനകത്തുള്ള SNDP വിഭാഗത്തിന് വലിയ അതൃപ്തിയുണ്ട് NDAയിൽ തുടരുന്നതിൽ. ഞാൻ പറയുന്നത് രാഷ്ട്രീയ ഉപശാലകളിൽ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നിങ്ങൾ NDA വിട്ട് മറ്റൊരു മുന്നണിയിലേക്ക് ചേക്കേറാൻ വേണ്ടി നിൽക്കുന്നു. അത് UDFുമായും ഇടതുമുന്നണിയുമായി നിങ്ങൾ ഒരേ സമയം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് തുഷാറിന് താല്പര്യമുണ്ടെങ്കിൽ ഇടതുമുന്നണിയിലേക്ക് പോകുന്ന കാര്യത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്നാണ്. ഈ ആലോചനകളൊക്കെ നടക്കുന്നത്. ഇതൊക്കെ മുഴുവൻ സൃഷ്ടികളല്ലേ. ഇപ്പോൾ ഇന്ന് തന്നെ ഈ മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഇപ്പോൾ ഞാൻ ഏത് സ്ഥലത്ത് LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു, ചിലയിടത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഇങ്ങനത്തെ ഓരോരോ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചോടും ഇന്ന് നിൽക്കുന്നത് NDAയിലാണ്. അത് ശക്തമായി തന്നെ വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ NDAയുടെ സ്ഥാനാർത്ഥികളെ BDJSൻ്റെ സ്ഥാനാർത്ഥികളെ BDJSൻ്റെ നേതാക്കന്മാരെ സ്ഥാനാർത്ഥികളായിട്ടുണ്ടാവും. NDAയുടെ ഒപ്പം ശക്തമായി തന്നെ ഞങ്ങൾ ഇവിടെ കേരളത്തിൽ എന്താണെങ്കിലും ഏറ്റവും കുറഞ്ഞൊരു 4-5 സീറ്റെങ്കിലും ജയിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കുന്നത്. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നേ ഒരു നിലയ്ക്കും NDA വിട്ടു പോകുന്നതിനെക്കുറിച്ച് BDJS ആലോചിക്കുന്നേയില്ല. ഒരിക്കലും ഇല്ല. ഈ പറയുന്ന രീതിയിൽ BDJSൻ്റെ ഒരു ഘടകങ്ങളിൽ നിന്നും അങ്ങോട്ട് മാറണമെന്നോ ഇങ്ങോട്ട് മാറണമെന്നുള്ള ചർച്ച വരുന്നുണ്ടായിട്ടില്ല. ഇതൊക്കെ ആളുകൾ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാണ്. BDJSൻ്റെ എല്ലാ ഘടകങ്ങളിലും നിൽക്കുന്നവർ NDAയുടെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്നുള്ള ശക്തമായി വിശ്വസിക്കുന്നവരും അതിനുവേണ്ടി നിൽക്കുന്നവരുമാണ്. പിന്നെ നാളെ എന്ത് തീരുമാനം ഞങ്ങൾ എടുത്താലും അതിനനുസരിച്ച് മാറാനും തയ്യാറാണ് എല്ലാവരും. അവർക്കിപ്പോൾ LDFിലേക്ക് പോകണം, അല്ലെങ്കിൽ UDFിലേക്ക് പോകണം എന്ന് തീരുമാനം നാളെ എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറാനും എല്ലാവരും തയ്യാറാണ്. ഈ നാളെ എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ആകുമോ? അതൊന്നും പറയാൻ പറ്റത്തില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ സ്ഥിരമായിട്ടുള്ള ബന്ധുവും അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ശത്രുവൊന്നുമില്ല. ശരി, അങ്ങനെ മാറണമെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മാനദണ്ഡം, ക്രൈറ്റീരിയ എന്തായിരിക്കും? പലതും ഞങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമില്ല. നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അതൃപ്തി ഇല്ല. നിലവിലെ സാഹചര്യത്തിൽ ഞങ്ങൾ ശക്തമായി NDAയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. 1 ഇഞ്ച് ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല. NDA നടത്തിയിട്ടുള്ള എല്ലാ പരിപാടികളും 2 പരിപാടികളാണ് NDA നടത്തിയിട്ടുള്ളത്. ആ നടത്തിയ 2 പരിപാടികളും ഞാൻ അവിടെ മുഴുവൻ സമയമുണ്ട്. ഈ പറയുന്ന രഥയാത്ര നടന്ന സമയത്ത് അതിന് തുടങ്ങിയത് മുതൽ അതിൻ്റെ അവസാനം വരെ മുഴുവൻ സമ്മേളനങ്ങളിലും മുഴുവൻ സ്ഥലത്തും ഞാൻ ഒപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പദയാത്ര സമയത്ത് നടത്തിയ സമയത്ത് ഞാനവിടെ പരമാവധി സമയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും അത് 2 സ്ഥലത്തും സജീവമായി നിൽക്കുകയും ഒരു സ്ഥലത്ത് എൻ്റെ വ്യക്തിപരമായ കാരണങ്ങളാൽ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവിടെ അതാണ് പ്രശ്നമാക്കി എടുക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ അത് BJP നടത്തിയതോ അല്ല NDA നടത്തിയിട്ടുള്ള പരിപാടിയല്ല. കേരളത്തിൽ ഇതുപോലെ അയ്യപ്പ യോജന നടത്തിയ പോലെ തന്നെ ഒരുപാട് സംഘടനകൾ നടത്തിയിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട്. അതിനോടൊക്കെ BJP സഹകരിച്ചിട്ടുമുണ്ട്. CK ജാനുവിൻ്റെ രാഷ്ട്രീയ സഭ വിട്ടുപോയി. കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗം NDA വിട്ടുപോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. ഇരുവർക്കും ഒരേ തരത്തിലുള്ള ആക്ഷേപമാണ് ഉണ്ടായിരുന്നത്, വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല എന്ന്. പക്ഷേ BDJS പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല, ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ പെട്ടെന്ന് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി മാറിയിരിക്കുന്നു, എല്ലാത്തിനോടും സമരസപ്പെട്ടിരിക്കുന്നു, ഇനി NDAയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. രഹസ്യമായി എന്തൊക്കെയോ ചില ഉറപ്പുകൾ താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. അധികാരത്തിന് വേണ്ടിയല്ല ഈ പൊളിറ്റിക്കൽ പാർട്ടി ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളുടെ സംഘടനാ ശരീരം ശരിയായി വളർത്തുക, അതിനുശേഷം രാഷ്ട്രീയത്തിൽ കൂടുതൽ സ്ഥാനങ്ങൾ എടുക്കുക.
അതിനുവേണ്ടിയാണ്, അല്ലാതെ ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി മാത്രമല്ല ഞങ്ങൾ എൻ ഡി എയിൽ ഞങ്ങൾ സഹകരിക്കുകയുണ്ടായത്. കേരളത്തിലൊരു സമയത്ത് ഈ പാർട്ടി തുടങ്ങിയ സമയത്ത് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് ഈ പാർട്ടി വേണ്ടായിരുന്നല്ലോ. അന്ന് വളരെയധികം ഞങ്ങളെ ആക്ഷേപിച്ചവരാണ് ഇവർ രണ്ടുപേരും. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഇന്ന് ഈ രണ്ടുപേരും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം ശക്തിയുണ്ട്, വോട്ടുണ്ട് എന്നുള്ള കാര്യം അവർ തിരിച്ചറിഞ്ഞു. കാര്യം അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ് കാര്യം. ആരുടെ കയ്യിലാണ് വോട്ടുള്ളത്? ഒരിടത്തും ജയിച്ചിട്ടില്ലല്ലോ, ജയിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം 2500 വോട്ടുള്ള സ്ഥലത്ത് നിന്ന് 27,000 വോട്ടുണ്ടാക്കണമെങ്കിൽ കേരളത്തിൽ എത്ര ഇവിടുത്തെ പാർട്ടിക്കുണ്ട് കേരളത്തിൽ ഇത്രയും കൂടുതൽ സംവിധാനം ഉള്ളത്? കേരളത്തിൽ ഒന്നെടുക്കുക, LDF UDF നിങ്ങളെടുത്ത് പരിശോധിക്കുക. LDF എന്ന് പറയുന്നതിനകത്ത് ആകെ ഈ പറയുന്ന CPM CPI കഴിഞ്ഞാൽ ഈ പറയുന്ന മൂന്നാമത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു 10 നിയോജകമണ്ഡലത്തിൽ ഒരു 10,000 പേരെ വെച്ച് കൂട്ടാൻ പറ്റും? നേരെ UDF എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ആകെ പിന്നെ കോൺഗ്രസ്, കേരള മുസ്ലിം ലീഗ്, പിന്നെ വേണമെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ കൂട്ട്. ഈ കേരള കോൺഗ്രസിന് പോലും ഒരു 15 നിയോജകമണ്ഡലത്തിൽ ഒരു 10,000 പേര് വെച്ച് കൂട്ടാൻ നടക്കില്ല. കോട്ടയത്ത് അവിടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ വരുന്ന 30,000-35,000 പേരാണ്. 50 വർഷം പഴക്കമുള്ള ഈ പറയുന്ന കേരള കോൺഗ്രസിന് കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിനേക്കാൾ 6,000 വോട്ടിൻ്റെ വ്യത്യാസമുള്ളൂ BDJSന് വെറും 3 മാസം പഴക്കമുള്ള പൊളിറ്റിക്കൽ പാർട്ടി കിട്ടിയത്. വോട്ട് ഞങ്ങളുടെ കയ്യിൽ മാത്രമല്ല, അവിടെ എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. UDFൻ്റെ വോട്ടുണ്ട്. ആ UDF മറ്റുള്ളവരുടെ കിട്ടുന്ന വോട്ട് കൂടാതെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ആരുടെയും വോട്ടില്ലാതെ 2,000 വോട്ട് കിടന്നിട്ട് സ്ഥലത്തു നിന്ന് നേരെ 27,000-28,000 വോട്ട് മാറ്റിയതാണ് BDJSൻ്റെ സ്ഥാനാർത്ഥികൾ. അല്ല, പക്ഷേ നിർണായകമായ പല സന്ദർഭങ്ങളിലും നിങ്ങളെടുത്ത തീരുമാനം NDAക്ക് ഗുണം ചെയ്യുന്നതായിരുന്നില്ല. ഒന്ന്, വേങ്ങര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നിങ്ങൾ എടുത്തത് മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാമെന്നായിരുന്നു. ചെങ്ങന്നൂരിൽ നിങ്ങൾ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് എടുത്തില്ല. അവിടെയും നിങ്ങൾ ഒരു BJP വിരുദ്ധ അല്ലെങ്കിൽ BJPയോട് അകലം കാണിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടാണ് എടുത്തത്. NDAക്ക് എന്ത് നേടിക്കൊടുത്തു BDJS എന്നാണ് താങ്കൾ ഈ പറയുന്നത്? ഒരു സീറ്റിൽ ജയിക്കാനും 7 സീറ്റിൽ 2ാം സ്ഥാനത്തെത്താനും കേരളത്തിലെ മുഴുവൻ സീറ്റുകളിൽ ഇത്ര വോട്ട് കിട്ടാനുള്ള കാരണം എന്താണ്? 6% വോട്ടുണ്ടായിരുന്ന ഈ പറയുന്ന BJPക്ക് കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ഇലക്ഷനിൽ 16% വോട്ടെങ്ങനായി മാറി. അതിനകത്ത് BDJSൻ്റെ പങ്ക് ഒരിക്കലും NDA കുറച്ച് കാണില്ല. അതുതന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ BDJSനുള്ള പ്രാധാന്യവും. ഈ ശബരിമല വിഷയം കേരളീയ പൊതുസമൂഹം വളരെ സീരിയസ് ആയി ഗൗരവത്തോടുകൂടി ഏറ്റെടുത്തിട്ടുണ്ടെന്നും വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു വൈകാരിക പ്രശ്നമായതുകൊണ്ട് തന്നെ വോട്ടർമാർ ഇത്തവണ BJPക്കൊപ്പം നിൽക്കുമെന്നും ഒരു കാൽക്കുലേഷൻ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഒക്കെയുണ്ട്. അങ്ങനെയാണെങ്കിൽ BDJSനെ പോലെ ഒരു കക്ഷിയെ അത്ര അങ്ങോട്ട് താലോലിച്ച് കൂടെ നിർത്തണ്ട എന്നൊരു തോന്നലും അവർക്കുള്ളതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. നിരീക്ഷകർക്ക് എങ്ങനെ വേണമെങ്കിലും നിരീക്ഷിക്കാമല്ലോ. രാഷ്ട്രീയം എന്തെന്ന് നിരീക്ഷകരുടെ കയ്യിലല്ലല്ലോ ഇരിക്കുന്നത്. ഇവിടുത്തെ എന്താണ് നടക്കുന്നുള്ള കാര്യം വ്യക്തമായി NDAയുടെ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എനിക്കും അതുപോലെ തന്നെ BDJS നേതാക്കന്മാർക്കാണെങ്കിലും അതുപോലെ BJP നേതാക്കന്മാർക്കും അറിയാം. ഇവിടെ കേന്ദ്ര നേതാക്കന്മാർക്ക് എന്താണ് യഥാർത്ഥ നടക്കുന്ന ഗ്രൗണ്ട് റിയാലിറ്റിയെക്കുറിച്ച് ബോധമുള്ളവരാണല്ലോ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇന്ത്യ ഭരിക്കുന്നത്. ലോക്സഭയിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് നിങ്ങൾ തമ്മിൽ ധാരണയായോ? നിങ്ങൾ 7 സീറ്റുകൾ ആവശ്യപ്പെട്ടല്ലോ. അതിൽ അത്രയും തരാൻ കഴിയില്ല എന്നൊരു നിലപാട് BJP എടുത്തു എന്ന് വാർത്തകൾ വന്നിരുന്നു. പ്രത്യേകിച്ചും പാലക്കാട്, തൃശ്ശൂർ, പത്തനംതിട്ട BDJS ആവശ്യപ്പെട്ടു, തരാൻ കഴിയില്ല എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചുവെന്നാണ്. ശരിയാണോ? അങ്ങനെ ഒരു ചർച്ച പോലും നടക്കാത്ത കാര്യത്തെക്കുറിച്ച് ചുമ്മാ ഒരു പറഞ്ഞുണ്ടാക്കുന്നതല്ല. അപ്പോൾ ഈ സീറ്റ് വിഭജനത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല. സീറ്റ് വിഭജനത്തെക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ല. ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കേന്ദ്ര നേതൃത്വത്തോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞ ലിസ്റ്റ് അനുസരിച്ച് സീറ്റുകൾ അത്രയും എണ്ണം തരാൻ തയ്യാറാണ്. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓരോ സീറ്റ് മാറേണ്ട ചിലപ്പോൾ വരും. എത്ര സീറ്റുകളാണ് BDJS ആവശ്യപ്പെട്ടിരിക്കുന്നത്? 8 സീറ്റാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളത്. അതിൽ ഈ തൃശ്ശൂരും പാലക്കാടും പത്തനംതിട്ടയും ഉണ്ടോ? പാലക്കാടില്ല. തൃശ്ശൂരും പത്തനംതിട്ടയുണ്ട്. പിന്നെ വേറെ പലതുണ്ട്. അതിൽ എല്ലാം തുറന്ന് ഞാൻ പറയാൻ വേണ്ടി പാടില്ല. 8 സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പരിഗണിക്കപ്പെടുമെന്നാണ് കരുതുന്നത്. അതെ, 8 സീറ്റ് പരിഗണിക്കപ്പെടുന്നതാണ്. പല വാക്കുകളും തന്നു, പാലിക്കപ്പെട്ടില്ല പാലിച്ചില്ല BJP എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഇപ്പോൾ അമിത്ഷായുമായി താങ്കൾ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയപ്പോൾ രാജ്യസഭാ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സീറ്റ് താങ്കൾക്കായിരിക്കും എന്നൊരു ഉറപ്പ് തുഷാർ വെള്ളാപ്പള്ളിക്ക് നേരിട്ട് തന്നിരുന്നു എന്നാണ് അറിയുന്നത്. ശരിയായിരുന്നു അത്? അല്ല, എനിക്ക് നേരത്തെ തന്നെ ഓഫർ ഉണ്ടായിരുന്നതാണ്. എനിക്കത് വേണ്ട എന്ന് പറഞ്ഞതാണ്. കാര്യം ഞാൻ ഇവിടെ ഇന്ത്യയിൽ പോലും ഇല്ലായിരുന്ന സമയത്താണ് ഈ പറയുന്ന ലോക്സഭ അന്ന് നോമിനേഷൻ കൊടുക്കുന്നത്, രാജ്യസഭയ്ക്ക് കൊടുക്കുന്നത്. ആ സമയത്ത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, എന്നോട് പറഞ്ഞതാണ് എനിക്കിത് വേണ്ട എന്ന് ഞാൻ വളരെ വ്യക്തമായി പല പ്രാവശ്യം. കാര്യം ഈ പാർട്ടി തുടങ്ങിയ സമയത്ത് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു എൻ്റെ വ്യക്തിപരമായിട്ടുള്ള യാതൊരു താല്പര്യമില്ല, എനിക്ക് അധികാര സ്ഥാനത്തിലേക്ക് പോകാൻ ഇപ്പോൾ ഉദ്ദേശവുമില്ല. അയ്യപ്പ ജ്യോതിയിൽ നിന്ന് വിട്ടുനിന്നതിൽ BJPയിലെ സംസ്ഥാന നേതൃത്വത്തിനകത്തും നിന്ന് താങ്കൾക്കെതിരെ നിശിതമായ വിമർശനം ഉണ്ടാകുന്നുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ ഫേസ്ബുക്കിലും മറ്റുമായി താങ്കൾക്കെതിരെ ശക്തമായ പ്രതിഷേധം വരുന്നുമുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഫേസ്ബുക്കിലൊക്കെ വളരെ കുറച്ച് ആളുകൾ എന്താണ് എൻ്റെ നിലപാടെന്നുള്ളത് വളരെ വ്യക്തമായ ആളുകൾക്ക് അറിയാം. അത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇത് പറയുന്നു. BJP നേതൃത്വത്തിന് വേറെ പ്രശ്നങ്ങൾ അഭിപ്രായത്തിൽ ഞങ്ങൾ സ്ഥിരമായി സംസാരിക്കുന്നത്. ഈ തുഷാർ വെള്ളാപ്പള്ളിക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വലിയ മാറ്റങ്ങൾ വന്നതുപോലെ തോന്നുന്നു. താങ്കൾ ഒരു ഘട്ടത്തിൽ വളരെ ക്രിട്ടിക്കലായിട്ടാണ് BJPയെ
താങ്കൾ BJP കുറിച്ച് പറഞ്ഞിരുന്നത്. ഇപ്പോൾ താങ്കൾ വളരെ പെട്ടെന്ന് BJP-യുമായി സമരസപ്പെട്ട പോലെ തോന്നുന്നു. കാര്യം ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ഥാനങ്ങളോ മാനങ്ങളോ ഒന്നുമല്ല. അവിടെ NDA എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ സജീവമായിട്ടില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇപ്പോൾ എല്ലാം ശരിയാക്കപ്പെട്ടു. അതെല്ലാം അവർ ഇപ്പോൾ NDAയുടെ കേരള ഘടകത്തിൽ മുഴുവൻ ഇപ്പോൾ സംസ്ഥാനതലം, ജില്ലാതലത്തിലും അതുപോലെ തന്നെ നിയോജകമണ്ഡല തലത്തിലും പഞ്ചായത്ത് തലം വരെയുള്ള കമ്മിറ്റികളുടെ ലിസ്റ്റ് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അതിന് ഡിക്ലറേഷൻ എല്ലാം വരും ദിവസം നടക്കാൻ വേണ്ടി പോവുക, അതിൻ്റെ സമ്മേളനങ്ങൾ അടുത്ത ദിവസം നടക്കാൻ വേണ്ടി പോവുക. അതൊക്കെ ഫുൾ സ്വിംഗ് കാര്യങ്ങൾ പോകുക. അതിൻ്റെ ഇടയ്ക്ക് പ്രധാനമന്ത്രി അടുത്ത മാസം ഇവിടെ കേരളത്തിൽ വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോവുകയാണ്. അല്ലെ, BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ തന്നെ ശബരിമല വിഷയം ഏറ്റവും സെൻസിറ്റീവായിരുന്ന ഈ വിഷയത്തെ ശരിയായി രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ഏകോപനം സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാണ്. ആ ആക്ഷേപം BDJS-നുണ്ടോ? അങ്ങനെ ഒരു ആക്ഷേപമില്ല. അങ്ങനെ കേന്ദ്ര നേതൃത്വത്തിന് ഒരിക്കലും അങ്ങനെ ഒരു ആക്ഷേപമില്ല. അവരൊരു സർവേ നടത്തുകയും ആ സർവേ ഫലത്തിൽ ഈ സംസ്ഥാന BJP-ക്കകത്തുള്ള ചേരിപ്പോരും പിന്നെ ആളുകൾ തരംതിരിഞ്ഞുള്ള അടിയുമൊക്കെ ഈ സംവിധാനത്തെ ആകെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടെന്ന് സർവേ ഫലമുണ്ട്. അത് അമിത്ഷാ നേരിട്ട് അമിത്ഷായുടെ നിർദ്ദേശാനുസരണം നടത്തിയ സർവേയാണ്. അതെനിക്കറിയില്ല. എനിക്കറിയാൻ വയ്യാത്ത കാര്യത്തെക്കുറിച്ച് മാത്രമല്ല ആ അഭിപ്രായം BDJS-നുണ്ടോ? അല്ല, BDJS സംബന്ധിച്ചുള്ള എനിക്ക് അതിനെക്കുറിച്ച് അറിയാൻ വയ്യ. അല്ല, BDJS-ന് ശബരിമല വിഷയം കൃത്യമായി ഏറ്റെടുത്തു. NDA നിങ്ങളുടെ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയല്ലേ? പക്ഷേ അതുകൊണ്ട് BJP-യുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള മാറ്റേഴ്സിനെ കുറിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല, ഒന്നാമത്. പിന്നെ BJP എടുത്തിട്ടുള്ള ഈ പറയുന്ന ശബരിമല വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ അങ്ങനെ തെറ്റെന്ന് എവിടെ നമുക്ക് പറയാൻ കഴിയും? ഈ വെള്ളാപ്പള്ളി നടേശൻ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു കാര്യമാണ് BJP-ക്ക് കേരളത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല, അടുത്തൊരു 400 വർഷത്തേക്ക് BJP അധികാരത്തിൽ വരും എന്ന് കരുതേണ്ടതില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ NDAയിൽ നിൽക്കുന്നത് കൊണ്ട് എന്ത് രാഷ്ട്രീയ നേട്ടമാണ് BDJS കാണുന്നത്? വരാൻ വേണ്ടി പോകുന്ന പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. വരാൻ വേണ്ടി പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴേ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. കേരളത്തെ സംബന്ധിച്ചുള്ള ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പറയുന്ന UDF-നെയോ LDF-നെയോ ഇവിടുന്ന് ജയിപ്പിച്ച് വിട്ടിട്ട് പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ഒന്നും ചെയ്യാനില്ലെന്നുള്ള കാര്യം കേരളത്തിൽ ജനതയ്ക്ക് മുഴുവൻ അറിയാം. ഇവിടുന്ന് ജയിക്കാൻ വേണ്ടി പോകുന്നതും ഈ പറയുന്ന നരേന്ദ്രമോദിജി ആയിരിക്കും ഇനി എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷം മുമ്പ് വോട്ട് ചെയ്ത ഒരു ജനറേഷൻ അല്ല ഇനി വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവരൊക്കെ കുറേ കൂടി ചിന്തിക്കുന്നവരാണ്. തീർച്ചയായും കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ 4-5 സീറ്റ് NDAക്ക് കിട്ടാവുന്ന സാഹചര്യത്തിലാണ് ഇന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം നിൽക്കുന്നത്. ആ സത്യാവസ്ഥകൾ മുഴുവൻ നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റുന്നതല്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു NDA എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതെ, ഒരു കൂട്ടായ്മ ഇല്ലാതെ തന്നെ ഞങ്ങൾ ചെയ്തപ്പോൾ ഒരു സീറ്റിൽ ജയിക്കാനും 7 സീറ്റിൽ 2ാം സ്ഥാനത്തെത്തി. പക്ഷേ അതൊക്കെ മാറി, രാഷ്ട്രീയം മാറി മറിയാൻ വലിയ സമയമൊന്നും അല്ല. കേരളത്തിൽ BJP-ക്ക് അനുകൂലമായി എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് BDJS കാണുന്നത്? കേരളത്തിന് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നമുക്ക് കേരളത്തിന് എന്തെങ്കിലും തരത്തിലുള്ള എപ്പോഴും കേരളം നടക്കുന്നത് എന്താണ്? സംസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് വരും. അവിടെ കേരളത്തിൽ ഇവിടെ കോൺഗ്രസ് വന്നാൽ അപ്പോൾ അവിടെ എതിര് വരും. ഇത് വന്ന് ഒരിക്കലും കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള പ്രവർത്തനം നടത്തുവാൻ ഈ പറയുന്ന LDF-നും UDF-നും ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഇത് ജനത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. ഇന്ന് മറ്റുള്ള സംസ്ഥാനം, കർണാടക സംസ്ഥാനം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങളെല്ലാം ഓരോ ദിവസവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കേരളത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇത്രയും വർഷമായിട്ട് ഒരു ഫാക്ടറി പോലും കൊണ്ടുവരാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഒരു റോഡ് പോലും, ഒരു നാഷണൽ ഹൈവേ പോലും 2-3 മീറ്റർ അപ്പുറം വീടി കൂട്ടാൻ മാത്രമേ നടന്നിട്ടുള്ളൂ. പിന്നെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ദുബായിലും ഒക്കെ പോയി ജോലി ചെയ്ത് കൊണ്ടിരുന്ന കുറേ ആളുടെ പണം കൊണ്ടുവന്ന് അവരെ കൊണ്ട് നമ്മുടെ വഴിയോരങ്ങളിൽ കെട്ടിടം കെട്ടി എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ കേരളത്തിൽ എന്ത് വളർച്ചയുള്ളത്? പക്ഷേ ഈ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം, ഒരു ദേശീയ നാഷണൽ പൊളിറ്റിക്കൽ മൂഡ്, അത് BJP-ക്ക് ഒട്ടും അനുകൂലമല്ലല്ലോ. ചെറിയ ഡിഫറൻസ് അല്ലേ? 1%, 1.5% ഡിഫറൻസ് അല്ലേ? അത് ലോക്കൽ പൊളിറ്റിക്സും പക്ഷേ പറയുന്നത് കേന്ദ്ര പൊളിറ്റിക്സും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് വരുന്ന ഇലക്ഷൻ കഴിയുമ്പോൾ അതൊക്കെ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി പോകുന്ന കാര്യമാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, താങ്കളുടെ പിതാവ്, കഴിഞ്ഞ തവണ അഭിമുഖം നടത്തിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ BDJS-ന് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടെങ്കിൽ അത് ഇടതു മുന്നണിയിൽ പോയാൽ മാത്രമേ ഉള്ളൂ എന്ന്. ഇന്നലെ രാവിലെ അവിടെ ഞാനിരുന്ന ഒരു ഇതുപോലെ തന്നെ ഒരു പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും NDA വിട്ട് BDJS പോകരുതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞത്. കാര്യം അദ്ദേഹം സാധാരണ ആ ഓരോ സമയത്ത് തോന്നുന്ന അഭിപ്രായങ്ങൾ അപ്പം പറയും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും കാണേണ്ട ആവശ്യം. അദ്ദേഹത്തിന് എന്താണ് ഇപ്പോൾ ഇങ്ങനെ വലിയ അഭിപ്രായ മാറ്റങ്ങൾ? അത് അഭിപ്രായ മാറ്റങ്ങളൊന്നുമില്ല. അദ്ദേഹം സാധാരണ ഇങ്ങനെ പറയുന്നതാണ്. അദ്ദേഹം സാധാരണ ഇപ്പോൾ കോൺഗ്രസ് തള്ളി പറയാറുണ്ട്. കോൺഗ്രസ് ചിലപ്പം അവരോട് അനുകൂലമായി പറയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിട്ട് പറയും. അത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച്. കാരണം അവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റാണെങ്കിൽ തെറ്റാണെന്നും മറ്റൊരു ചെയ്യുന്നത് ശരിയാണെങ്കിൽ അവരുടെ കൂടെ നിന്ന് സംസാരിക്കുന്നു എന്നുള്ളൂ. അതിനകത്ത് മാറ്റി പറയുന്നു എന്ന് കാണേണ്ട ആവശ്യമില്ല. NDA മുന്നണി വിടില്ല BDJS. NDA മുന്നണി വരുന്ന ദിവസം ഈ പറയുന്ന പാർലമെൻറ്റ് ഇലക്ഷൻ ഞങ്ങൾ ഒരുമിച്ച് കേരളത്തിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, BDJS-നകത്ത് ചില കാര്യങ്ങളിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഉദാഹരണത്തിന് SNDP വിഭാഗത്തിന് ഈ മുന്നണിയിൽ നിന്ന് വിട്ടുപോയാൽ കൊള്ളാമെന്നുണ്ട്, താങ്കൾ ഉൾപ്പെടെയുള്ള.
നേരെ മറിച്ച് ഇപ്പോൾ അക്കീരമൺ കാളിദാസ ഭട്ടതിരിക്കും അതേപോലെ തന്നെ KPMSൽ ഇപ്പോഴവിടെയുള്ള മറ്റുള്ളവർക്കുമൊക്കെ ആ അഭിപ്രായത്തോട് താല്പര്യമില്ല. അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് BDJS ഇപ്പോൾ NDAയിൽ നിൽക്കുന്നത് എന്നാണ് ഒന്ന്. ഇനി NDAയിൽ നിന്ന് വിട്ടുപോകണമെന്ന് താങ്കൾ തീരുമാനിക്കുകയോ ആലോചിക്കുകയോ ചെയ്താൽ തന്നെ അത് BDJSൻ്റെ പിളർപ്പിലേക്ക് നയിക്കുമെന്ന്. സത്യമല്ലേ അത്? പിളർക്കാൻ ഈ പറയുന്ന ആളുകളോട് ആരെങ്കിലും വേണ്ടേ? ഈ പറയുന്ന ആളുകൾ ഈ പറയുന്ന നമ്മുടെ കാളിദാസ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആകെ ഈ BDJS തുടങ്ങിയ ശേഷം ഇത്രയും നാളായിട്ട് വന്നിട്ടുള്ളത് ആകെ 1-2 മീറ്റിങ്ങിനാണ്. അതല്ലാതെ ഒരു സംഘടനാ പ്രവർത്തന രംഗത്തും അദ്ദേഹം വരുന്ന ഒരാളല്ല. വല്ലപ്പോഴും സമയത്ത് മീറ്റിംഗ് വരും, വേണ്ട അതിന് വേണ്ടി എന്താണ് ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് പോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനൊന്നുമില്ല. ഈ കാര്യത്തിൽ എന്താണ് BDJS അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം BDJS എന്ത് തീരുമാനമെടുക്കുന്നു ആ തീരുമാനത്തോടൊപ്പം ഞാൻ നിൽക്കും എന്നാണ് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എന്നോട് വേറെ കാര്യം പറഞ്ഞിട്ടില്ല. ഇതുപോലെ ഇത് മാറിക്കിട്ട് പുലർത്താൻ ശക്തിയുള്ള കാര്യം ഇതിനകത്തില്ല. വ്യക്തിപരമായ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ വരട്ടെ. വെള്ളാപ്പള്ളി നടേശൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ഞാൻ ചോദിച്ചു മകൻ എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ കോട്ടാണ്, അവന് രാഷ്ട്രീയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ധാരാളം ഞാൻ ആവശ്യത്തിനുള്ള സമ്പാദിച്ചു കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോക്കി നടന്നാൽ മതി. ഒരു അച്ഛനെന്ന നിലയിൽ എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളതെന്ന്. അത് ഇപ്പം എന്നെ ഏൽപ്പിച്ചത് അദ്ദേഹം തന്നെയാണ്. ഈ പറയുന്ന SNDP യോഗത്തിൻ്റെ സ്ഥാനത്തിലേക്ക് ഞാൻ വന്നിട്ടുള്ളത് SNDP യൂണിയൻ പ്രസിഡന്റ് സെക്രട്ടറിമാരും അതുപോലെ തന്നെ SNDP യോഗത്തിൽ ഒരുപാട് നേതാക്കന്മാരും ആണ് എന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ BDJS എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ എന്നെ വിശ്വസിച്ച് വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. BDJS താങ്കളുടെ ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നല്ലോ. എൻ്റെ ഇനിഷ്യേറ്റീവ് അല്ല ഇത്. കാര്യം അവിടെ SNDP യോഗത്തിലെ മുഴുവൻ യൂണിയൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറിമാർ എല്ലാവരും കൂടി എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാവണമെന്ന് തീരുമാനം എടുത്തപ്പോൾ അതിൻ്റെ നേതാവായി ഞാൻ വരണം എന്ന യൂണിയൻ പ്രസിഡന്റുമാരുടെയും മറ്റുള്ള നേതാക്കന്മാരുടെയൊക്കെ നിർബന്ധപ്രകാരമാണ് ഞാനതിലേക്ക് വരികയുണ്ടായത്. അത് കഴിഞ്ഞപ്പോൾ ബാക്കി KPMS ഉൾപ്പെടെ അതുപോലെ തന്നെ ബാക്കിയുള്ള വിവിധ സമുദായ സംഘടനകൾ, ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള, മുസ്ലിം വിഭാഗത്തിലുള്ള, ഹിന്ദുക്കളുടെ വിവിധ വിഭാഗത്തിലുള്ള നേതാക്കന്മാരെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു തുഷാർ നേതൃത്വം ഏറ്റെടുക്കണം എന്ന നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഏറ്റെടുക്കേണ്ടത്. എനിക്ക് പൊളിറ്റിക്കൽ താല്പര്യമുള്ള ആളായിരുന്നില്ല. ഈ മുന്നണി വിടണമോ വേണ്ടയോ എന്ന തീരുമാനം ഈ ആവശ്യപ്പെട്ട 8 സീറ്റുകളിന്മേലുള്ള തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുകയാണോ? അത് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ ഒറ്റടിക്ക് എനിക്ക് പറയാൻ പറ്റുന്നതല്ലോ. അല്ല, അതൊരു മാനദണ്ഡമാണോ? അതൊരു മാനദണ്ഡമല്ല. നമുക്ക് രാഷ്ട്രീയത്തിൽ അങ്ങോട്ട് പിടിവാശിയല്ലല്ലോ വലുത്. ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥലങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യണം, അത് ഞാൻ ചെയ്യുകയും ചെയ്യും. ശരി, BDJS ഇപ്പോഴെടുത്തിട്ടുള്ള നിലപാട്, അതായത് ഇപ്പോൾ വനിതാ മതിൽ ഒരു ഭാഗത്ത് നടക്കുന്നു, BDJS ഇവിടെ എതിർപക്ഷത്തെ NDAയിലുമാണ്. ഈ എടുത്തിരിക്കുന്ന നിലപാട് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ താങ്കൾ വനിതാ മതിലിനെ സഹകരിക്കുകയോ അല്ലെങ്കിൽ താങ്കളുടെ പിതാവ് പറഞ്ഞനുസരിച്ച് താങ്കൾ സഹകരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ BDJS BJP ബന്ധത്തെ ദുർബലപ്പെടുത്തും എന്ന് താങ്കൾക്ക് സംശയമുണ്ടോ? ഒരു സംശയവും അതിനകത്ത് ഞങ്ങൾ ബന്ധത്തിന് യാതൊരുവിധ കോട്ടവും ഉണ്ടാവില്ല. അപ്പോൾ BDJS NDAയിൽ തന്നെ? BDJS NDA തന്നെ. ഏതായാലും ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. താങ്ക് യു വെരി മച്ച് തുഷാർ വെള്ളാപ്പള്ളി. താങ്ക് യു. This is 24.